ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടത് നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1 നുള്ളു മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ചെടുത്തിട്ടുള്ള റവയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വറുത്ത റവയാണ് കേട്ടോ. ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്താണ്. അപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റവയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരുപാട് ലൂസാവാതെ കുറച്ചൊരു തിക്കിൽ കലക്കിയെടുക്കുക. കട്ടകളും തരികളൊന്നും ഇല്ലാതെ ഇതുപോലെ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതൊരു 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ആ ഒരു റവ ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ക്യാപ്സിക്കമാണ്. അപ്പോൾ ക്യാപ്സിക്കത്തിൻ്റെ ഈ ഒരു തണ്ട് ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇത് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അധികം കട്ടിയില്ലാതെ ലേശം ഒരു തിന്നായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ഉള്ളിലുള്ളതൊന്നും ഞാൻ കളയുന്നില്ല കേട്ടോ, അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു പാത്രം നിറയെ കടി ഉണ്ടാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ക്യാപ്സിക്കത്തിൻ്റെ അളവൊക്കെ കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാം. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള റവയും കോൺഫ്ലവർ പൊടി ഉണ്ടല്ലോ അതിലേക്ക് മുക്കിയെടുക്കുക. എന്നിട്ട് നേരെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നല്ലപോലെ ചൂടായിട്ടുണ്ടാവണം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 എണ്ണം ഇട്ട് കൊടുത്തിട്ടുള്ള ഒരുപാട് തിങ്ങി ഇട്ട് കൊടുക്കരുത്. ഒരു 2 എണ്ണം 3 എണ്ണം വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് വരുമ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നാൽ എടുത്ത് മാറ്റാവുന്നതാണ്. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതും കൂടിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.